കുറച്ച് നാൾ മുൻപ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിന്റെ ഒരു ഇന്റർവ്യൂ കാണാനിടയായി. അതിൽ ആ ഇന്റർവ്യൂവർ ഇവരോട് ചോദിക്കുന്നുണ്ട്, പണ്ട് കുറച്ചൊരു ഡസ്കി സ്കിൻ ടോൺ ആയിരുന്നല്ലോ, ഇപ്പൊ എങ്ങനെ ഇത്രയും ബ്രൈറ്റ് ആയതെന്ന്. ഉടനെ വന്നു മറുപടി, ഞാൻ ദിവസവും സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണെന്ന്. കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഉടനെ ചോദിക്കുകയാണ്, ആ സൺസ്ക്രീൻ ഏതാണെന്ന് കൂടി പറഞ്ഞിരുന്നെങ്കിൽ വാങ്ങിക്കായിരുന്നു അല്ലേ എന്ന്. ഇവള് തന്നെ കളിയാക്കാൻ പറഞ്ഞതാണോ എന്ന് എനിക്ക് ശരിക്കും സംശയം തോന്നിയെങ്കിലും പിന്നെയാണ് മനസ്സിലായത് പുള്ളിക്കാരി വളരെ സീരിയസ് ആയിരുന്നു എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, അവർ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ വെളുത്തതെന്ന് ശരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ എന്ന്. രണ്ടാമതൊന്നും ആലോചിക്കാതെ ആൾ പറഞ്ഞു, പിന്നില്ലാതെ എനിക്കവരെ പണ്ടേ അറിയാം, ഭയങ്കര ജെനുവിനാണ് ആളെന്ന്. ഏത് ദിവസം 1-2 റീൽസ് കണ്ട് മാത്രം പരിചയമുള്ള ഏതോ നാട്ടിൽ കിടക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ പാവമാണ് പോലും. അതേതായാലും അവിടെ നിൽക്കട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ ഇൻഫ്ലുവൻസർമാർ ഓരോ ദിവസവും വന്ന് പറയുന്ന ബ്യൂട്ടി പ്രൊഡക്ട്സിന്റെ വിശ്വാസ്യതയും അവർക്ക് അതിലുള്ള പ്രത്യേക താല്പര്യം എന്താണെന്നുമൊക്കെ പല സമയങ്ങളിലായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. പക്ഷേ ഇതിന്റെ പിന്നിലെ ആ മണി ബിസിനസ്സില്ലേ, എന്തിനു വേണ്ടിയാണ് ഇവർ അതൊക്കെ ചെയ്യുന്നത് എന്ന കാര്യം, അതിൻ്റെ കുറച്ച് ഡാർക്ക് റിയാലിറ്റികളാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമേ പറയാം, ഇൻഫ്ലുവൻസർമാരെല്ലാം ഭയങ്കര പാവങ്ങളാണെന്ന് വല്ല ധാരണയുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ബാക്കി കാണാതിരിക്കുന്നതാണ് നല്ലത്. സോ വെൽക്കം ടു ദ പ്രോഫിറ്റ് ന്യൂസ്. നമ്മളൊക്കെ ഇൻഫ്ലുവൻസർ ബിസിനസ്സിനെ വളരെ നാരോ ആയ ഒരു ആംഗിളിലാണ് കാണുന്നത്. അവർക്കൊരു പ്രോഡക്റ്റ് കിട്ടുന്നു, അവർ റിവ്യൂ ചെയ്യുന്നു, കാശ് വാങ്ങുന്നു, തീർന്നു. എന്നാൽ ഇതിന് പിന്നിൽ വൻകിട കോർപ്പറേറ്റുകൾ നടത്തുന്ന വലിയൊരു മണി ഫ്ലോ ഉണ്ട്. ബിസിനസ് റിപ്പോർട്ടുകൾ പ്രകാരം ഗ്ലോബൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി എന്നത് ഇന്ന് ഏകദേശം $24 ബില്യൺ, അതായത് ഏകദേശം 2 ലക്ഷം കോടി രൂപ വമ്പൻ വിപണിയാണ്. ഇതിലേറ്റവും കൂടുതൽ പണം ഒഴുക്കുന്നത് ഈ ബ്യൂട്ടി കോസ്മെറ്റിക് ബ്രാൻഡുകളാണ്. എന്നാൽ ഇന്ന് ഈ ഇൻഫ്ലുവൻസർമാരെ നിയന്ത്രിക്കുന്നത് അവരല്ല, മറിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ഇൻഫ്ലുവൻസർ മാനേജ്മെന്റ് ഏജൻസികളാണ്. വലിയ കോസ്മെറ്റിക് ബ്രാൻഡുകളും വൻകിട ക്ലിനിക്കുകളും ഈ ഏജൻസികൾക്ക് കോടികളുടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് കൈമാറുന്നു. ഈ ഏജൻസികളാണ് ഡേറ്റ അനലിറ്റിക്സ് ഉപയോഗിച്ച് ഏത് പ്രായത്തിലുള്ള പ്രേക്ഷകരെയാണ് ലക്ഷ്യമിടേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ഇൻസ്റ്റഗ്രാം അൽഗോരിതം ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ബിഫോർ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഫേക്ക് ട്രാൻസ്ഫോർമേഷൻ വീഡിയോകൾ ചെയ്യാൻ ഇവർക്ക് കൃത്യമായ സ്ക്രിപ്റ്റും ഗൈഡ് ലൈൻസും ഈ ഏജൻസികൾ നൽകും. ഇൻസ്റ്റഗ്രാമിലെ ലൈക്കുകളോ കമൻറ്റുകളോ നോക്കിയല്ല ഇന്ന് ബ്രാൻഡുകൾ കോടികൾ ഇറക്കുന്നത്. അവർ നോക്കുന്നത് കൺവേർഷൻ റേറ്റ് ആണ്. അതായത് ഈ ഇൻഫ്ലുവൻസറുടെ വീഡിയോ കണ്ട് എത്ര പേര് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സാധനം വാങ്ങി, അല്ലെങ്കിൽ അവർ പറഞ്ഞ ക്ലിനിക്കിൽ അപ്പോയിൻമെൻ്റ് എടുത്തു എന്ന കണക്ക്. ഇത് കൂട്ടാൻ വേണ്ടി ഇൻഫ്ലുവൻസർ മാനേജ്മെൻറ്റ് ഏജൻസികൾ ഇവർക്ക് കൃത്യമായ ഒരു ടെംപ്ലേറ്റ് സ്ക്രിപ്റ്റ് കൊടുക്കും. ആ സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ആഴ്ചയിൽ നമ്മുടെ നാട്ടിലെ എല്ലാ ഇൻഫ്ലുവൻസർമാരും ഒരേ അസുഖം ബാധിച്ചതുപോലെ ഒരേ നറേറ്റീവ് ആയിരിക്കും വന്ന് പറയുക. ഉദാഹരണത്തിന് ആ ആഴ്ചയിലെ സ്ക്രിപ്റ്റ് ഈ വെഡ്ഡിംഗ് ടാൻ ആണെങ്കിൽ കഥ ഇങ്ങനെയായിരിക്കും. ഗൈസ്, കഴിഞ്ഞ ആഴ്ച എൻ്റെ കസിൻ്റെ കല്യാണമായിരുന്നു, വെയിലത്ത് നടന്ന് എൻ്റെ മുഖം മൊത്തം ടാനായി കരിവാളിച്ചു പോയി. ഇനി അടുത്ത ആളുടെ വീഡിയോ എടുത്ത് നോക്കൂ, അവരും പറയും, കസിൻ്റെ വെഡ്ഡിംഗ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ ഗൈസ്, ഒടുക്കത്തെ ടാനിങ്. എല്ലാവരുടെയും കസിൻസിൻ്റെ കല്യാണം ഒരേ ആഴ്ചയിലായിരുന്നോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഇതിന് കൃത്യമായ റിയൽ ലൈഫ് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി ബ്രാൻഡുകളായ മാമാ എർത്ത്, പ്ലം എന്നിവരൊക്കെയുള്ള മാർക്കറ്റിംഗ് രീതി ഒന്ന് എടുത്തു നോക്കി പരിശോധിച്ചാൽ നമുക്കിത് വ്യക്തമാകും. അവരൊരു പുതിയ വൈറ്റമിൻ സി സിറമോ സൺസ്ക്രീനോ ഇറക്കിയാൽ ഒരാഴ്ച കൊണ്ട് നാട്ടിലെ ചെറുതും വലുതുമായ 100-ലധികം ഇൻഫ്ലുവൻസർമാരുടെ കയ്യിൽ ഒരേ പ്രൊഡക്റ്റ് വരും. എല്ലാവരും ഒരേ ടോണിൽ ഒരേ ഓർഡറിൽ അതിൻ്റെ ഗുണങ്ങൾ പറയും. ഇതിൽ കെമിക്കലുകളില്ല, പപ്പായയും അലോവേരയും എക്സ്ട്രാക്ട് നേരിട്ട് ചേർത്തതാണ് എന്നൊക്കെ. കാര്യം മണ്ടത്തരമാണെന്ന് അവർക്കറിയാം, പക്ഷെ അക്കൗണ്ടിലേക്ക് വരുന്ന പണം വലുതായതുകൊണ്ട് ഇതൊക്കെ എന്ത് അല്ലേ. ഇനി ഇത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കൺവേർഷൻ റേറ്റ് ഇല്ലേ, അത് കൂട്ടാനും ഇവർ ചില കാര്യങ്ങളൊക്കെ ചെയ്യും. അതിലൊന്നാണ് ഫേക്ക് ഹൈപ്പ് അഥവാ ആർട്ടിഫിഷ്യൽ എൻഗേജ്മെൻറ്റ്. വീഡിയോ ഇട്ട ഉടനെ തന്നെ അവരുടെ PR ഏജൻസിയിലെ ആളുകൾ വന്ന് ഫേക്ക് അക്കൗണ്ടുകൾ വഴി കമൻറ്റ് ചെയ്യും, അയ്യോ ചേച്ചി, ഈ സൺസ്ക്രീൻ ഉപയോഗിച്ചതാണോ ഈ മാറ്റത്തിന് കാരണം, എനിക്കും വേണം, ലിങ്ക് തരുമോ ചേച്ചി. ഉടനെ നമ്മൾ ഓർക്കും, സംഗതി കൊള്ളാമല്ലോ, എന്നാണ് നോക്കിയേക്കാം. ഇനി അടുത്തത് ദി ലിങ്ക് ട്രാപ്പ്. ഇവർ വീഡിയോയുടെ ക്യാപ്ഷനിലോ കമൻറ്റിലോ നേരിട്ട് ലിങ്ക് കൊടുക്കില്ല. പകരം പറയും, നിങ്ങൾക്ക് ഈ സൺസ്ക്രീനിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ വാണ്ട് എന്ന് കമൻറ്റ് ചെയ്യൂ, സൺസ്ക്രീൻ എന്ന് കമൻറ്റ് ചെയ്യൂ, ലിങ്ക് ഞാൻ ഇൻബോക്സിൽ അയച്ചു തരാമെന്ന്. നമ്മൾ വിചാരിക്കും, എത്ര നല്ല കൊച്ച്. എന്നാലൊരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ആയിരക്കണക്കിന് ആളുകൾ വന്ന് ഒരേ വാക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ അൽഗോരിതത്തിൻ്റെ എൻഗേജ്മെൻറ്റ് റേറ്റ് കുതിച്ചുയരും. ആളുകൾ കമൻറ്റ് ചെയ്യും തോറും വീഡിയോ കൂടുതൽ വൈറലാകും തോറും കൺവേർഷൻ റേറ്റും കൂടും. ഇനി നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന യഥാർത്ഥ പണമിടപാടിലേക്ക് വരാം. ആളുകൾ വിചാരിക്കുന്നത് ഇവർക്ക് ബ്രാൻഡുകൾ ഒരു പ്രോഡക്റ്റ് ഫ്രീ ആയി കൊടുക്കുന്നു, ഇവർ അത് റിവ്യൂ ചെയ്യുന്നു, തീർന്നു. എന്നാൽ അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. ഇതിന് പിന്നിൽ വലിയൊരു ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുന്നുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ഇൻഫ്ലുവൻസർ വന്ന് ഒരു വീഡിയോ ഇടുന്നു, ഗൈസ്, ഞാൻ ഇന്ന് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഡ്രീം അച്ചീവ് ചെയ്യാൻ പോവുകയാണ്, ഞാൻ എനിക്ക് വേണ്ടി ഒരു ഷനീൽ ബാഗ് വാങ്ങാൻ പോകുന്നു, കം വിത്ത് മീ. വീഡിയോയുടെ തംബ്നെയിൽ കൂടി ഞാൻ പറയാം, മൈ സർപ്രൈസ് ഡ്രീം പർച്ചേസ് വ്ളോഗ്. അപ്പോൾ അത്രയും വിലയുള്ളൊരു ബ്രാൻഡിൻ്റെ ബാഗ് വാങ്ങാൻ പോകുന്നത് കാണാൻ നമ്മൾ പോയി ക്ലിക്ക് ചെയ്യും.
അവരുടെ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ കണ്ട് നമുക്കും സന്തോഷം. നമ്മളെന്നാണോ എന്തോ ഇതുപോലൊക്കെ ജീവിക്കുന്നതെന്ന് ഓർത്ത് വെറുതെ ഒരു നെടുവീർപ്പും ഇടും. എന്നാൽ നമുക്ക് ആ വ്ളോഗ് വീഡിയോ കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്താലോ? ബാഗ് വാങ്ങാൻ ഇറങ്ങുന്നതിന് മുൻപ് അവർ മുഖത്ത് 2 ക്രീമും സൺസ്ക്രീനും തേക്കും. അവിടെ മിനിമം 2 ബ്യൂട്ടി ബ്രാൻഡുകളുടെ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ നടന്നു കഴിഞ്ഞു. ഒരു 60 സെക്കൻഡ് റീൽസിൽ ഒരു പ്രോഡക്റ്റ് കാണിക്കാൻ മാത്രം 1 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസർ വാങ്ങുന്നത് 50,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ്. അത് മുകളിലോട്ട് പോകും തോറും 5 ലക്ഷം വരെ ആകാം. അവരിടുന്ന ആ ഡ്രസ്സും ആഭരണങ്ങളും കണ്ട് നമ്മൾ കമൻറ്റ് ചെയ്യും, ചേച്ചി ആ ഡ്രസ്സിൻ്റെ ലിങ്ക് തരാമോ എന്ന്. ഉടനെ വരും അഫിലിയേറ്റ് ലിങ്ക് ഓർ കൂപ്പൺ കോഡ്സ്. ആ ലിങ്ക് വഴി നടത്തുന്ന ഓരോ സെയിലിൻ്റെയും 10 മുതൽ 20% വരെ കമ്മീഷൻ നേരെ ഇവരുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. ബാഗ് വാങ്ങിയിട്ട് അവർ നേരെ കയറുന്നത് ഒരു ലക്ഷറി കഫേയിലോ റെസ്റ്റോറൻറ്റിലോ ആയിരിക്കും. ഇവിടുത്തെ കോഫി ഒരു രക്ഷയില്ല എന്ന് പറയുമ്പോൾ അവിടെ ആ കഫേയുമായുള്ള ലൊക്കേഷൻ കൊളാബറേഷൻ, അടുത്ത പേയ്മെൻറ്റ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ബാഗിൻ്റെ പൈസ ഏറെക്കുറെ ആ വീഡിയോയിൽ നിന്ന് തന്നെ കിട്ടി. പക്ഷെ കഥ ഇവിടെയും തീരുന്നില്ല. ഇത്രയും വലിയ ഡീലുകൾ ഈ ഇൻഫ്ലുവൻസർമാർ തനിയെ പോയി പിടിക്കുന്നതാണോ? ഒരിക്കലുമല്ല. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് വമ്പൻ ഇൻഫ്ലുവൻസർ മാനേജ്മെൻറ്റ് ഏജൻസികളാണ്. ഈ ഇൻഡസ്ട്രി ഭരിക്കുന്നത് തന്നെ ഈ ഏജൻസികളാണ്. അവർ കോസ്മെറ്റിക് ബ്രാൻഡുകളിൽ നിന്നും വൻകിട ക്ലിനിക്കുകളിൽ നിന്നും കോടികളുടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഒന്നിച്ചു വാങ്ങും. എന്നിട്ട് ഈ ഇൻഫ്ലുവൻസർമാർക്ക് എക്സ്ക്ലൂസീവ് കരാറുകൾ കൊടുക്കും. ഇവിടുത്തെ പണമിടപാട് പ്രധാനമായും 2 രീതിയിലാണ് നടക്കുന്നത്. 20 to 30% മാർക്കപ്പ്. ഒരു ഇൻഫ്ലുവൻസർ ഒരു വീഡിയോയ്ക്ക് 1 ലക്ഷം രൂപയാണ് റേറ്റ് പറയുന്നതെങ്കിൽ ഈ ഏജൻസി ബ്രാൻഡിനോട് ചോദിക്കുന്നത് 1.3 ലാക്ക് ആയിരിക്കും. ആ മുകളിൽ വരുന്ന 30,000 രൂപ നേരെ ഏജൻസിയുടെ പോക്കറ്റിലേക്ക് പോകും. 2, ദ എക്സ്ക്ലൂസീവ് കട്ട്. പല ഇൻഫ്ലുവൻസർമാരും ഇത്തരം ഏജൻസികളുമായി വർഷങ്ങളുടെ എക്സ്ക്ലൂസീവ് കരാറുകളിലാണ് ഏർപ്പെടാറുള്ളത്. അവർ ഉണ്ടാക്കുന്ന മൊത്തം വരുമാനത്തിന്റെ 15% മുതൽ 25% വരെ ഏജൻസിക്ക് കമ്മീഷനായി നൽകണം. പകരം സ്ക്രിപ്റ്റ് എഴുതാനും ഷൂട്ട് ചെയ്യാനും ഫേക്ക് കമൻറ്റുകളിട്ട് ഹൈപ്പ് ഉണ്ടാക്കാനും ഒക്കെ ഏജൻസിയുടെ PR ടീം ഇവരെ സഹായിക്കും. ഇത്രയും കേൾക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരാം. ഇത്രയൊക്കെ പച്ചക്കള്ളം പറഞ്ഞ് കോടികൾ ഇവർ നിങ്ങളുടെയും എൻ്റെയും പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റുമ്പോൾ ഇവിടെ ചോദിക്കാനും പറയാനും ഒരു നിയമവുമില്ലേ? കൺസ്യൂമർ കോടതികൾ ഇതൊന്നും കാണുന്നില്ലേ എന്ന്. സത്യത്തിൽ ഇവിടെ ശക്തമായ കേന്ദ്ര നിയമങ്ങളുണ്ട്. കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയത്തിന് കീഴിലുള്ള CCPA, അതായത് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി, ഇതിനായി കൃത്യമായ റൂളുകൾ ഇറക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണത്? 1, ഒരു ഇൻഫ്ലുവൻസർ പൈസയോ സൗജന്യ പ്രോഡക്റ്റോ വാങ്ങി ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളിലും #ad, #collab, #promo, #sponsored, #partnership എന്നീ 5 ലേബലുകളിൽ ഒന്ന് ഉപയോഗിക്കണം. സ്പോൺ എന്നോ താങ്ക്സ് എന്നോ മാറ്റി എഴുതാൻ പാടില്ല. ലേബലുകൾ ആളുകൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ക്ലിക്ക് ചെയ്ത് നോക്കാതെ തന്നെ മുൻപിൽ വരണം. വീഡിയോയുടെ വലുപ്പത്തിനനുസരിച്ച്, ഉദാഹരണത്തിന് വലിയ വീഡിയോകളിൽ ആ സെക്ഷൻ മുഴുവൻ ഡിസ്ക്ലോഷർ സ്ക്രീനിൽ നിലനിൽക്കണം. ഈ നിയമങ്ങൾ തെറ്റിച്ചാൽ CCPAക്ക് ഇൻഫ്ലുവൻസർമാർക്ക് 10 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ ഫൈൻ അടയ്ക്കാൻ നിയമപരമായ അധികാരമുണ്ട്. ഇനിയുള്ളത് ഫിനാൻഷ്യൽ ഗുരുക്കന്മാരെക്കുറിച്ചാണ്. സ്റ്റോക്കുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ട്രേഡിംഗ് എന്നിവയെക്കുറിച്ച് ബൈ ഓർ സെൽ നിർദ്ദേശങ്ങളോ കൃത്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് ടിപ്പുകളോ നൽകണമെങ്കിൽ ഇൻഫ്ലുവൻസർ ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ അല്ലെങ്കിൽ റിസർച്ച് അനലിസ്റ്റ് ആയിരിക്കണം. മുൻപൊക്കെ ഇത് പഠന ആവശ്യത്തിന് മാത്രമാണ് എന്ന ഡിസ്ക്ലെയിമർ വെച്ച് പലരും ടിപ്പുകൾ നൽകുമായിരുന്നു. എന്നാൽ നിലവിലെ നിയമപ്രകാരം നിങ്ങൾ എഡ്യൂക്കേഷൻ എന്ന് എഴുതിയാലും അതിനുള്ളിൽ കൃത്യമായ ട്രേഡിംഗ് സിഗ്നലുകളോ സ്റ്റോക്ക് നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമായി കണക്കാക്കും. ഇനി നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പേരിനൊപ്പം സെബി രജിസ്ട്രേഷൻ നമ്പറും യോഗ്യതയും വീഡിയോയിലോ പോസ്റ്റിലോ വ്യക്തമായി കാണിക്കണം. പരസ്യങ്ങൾ നൽകാൻ സെബിയുടെ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറും ഇമെയിലും തന്നെ ഉപയോഗിക്കണം. വ്യാജ കോഴ്സുകളും അഷ്വേർഡ് റിട്ടേൺസ് തട്ടിപ്പുകളും തടയാൻ ഇൻഫ്ലുവൻസർമാരുടെ പരസ്യങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നേരിട്ട് വെരിഫൈ ചെയ്യുന്നുണ്ട്. 5 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസർമാരെ സെലിബ്രിറ്റി ഗണത്തിലാണ് പെടുത്തുക. ഒരു ഫിൻടെക് കമ്പനി ഇത്തരം ഇൻഫ്ലുവൻസറെ വെച്ച് തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിച്ചാൽ ഇൻഫ്ലുവൻസർക്ക് മാത്രമല്ല ആ കമ്പനിക്കെതിരെയും കനത്ത നടപടി ഉണ്ടാകും. ഇനി രാവിലെ എഴുന്നേറ്റാൽ ചൂടുവെള്ളം കുടിക്കുക, പച്ചവെള്ളം കുടിക്കുക, കുളിക്കുക, കുളിക്കാതിരിക്കുക, കഴിക്കുക, ശ്വാസം എടുക്കുക എന്നൊക്കെ പറഞ്ഞു വരുന്ന ഡോക്ടേഴ്സിനെ തട്ടിയിട്ട് മുട്ടിയിട്ടും വയ്യാത്ത അവസ്ഥയാണ് നമുക്ക്. ആരോഗ്യം, ഫിറ്റ്നസ്, ഡയറ്റ് എന്നിവ പ്രൊമോട്ട് ചെയ്യുന്നവർക്കായും ചില നിയമങ്ങൾ നിലവിലുണ്ട്. അസുഖങ്ങൾക്കുള്ള ചികിത്സ, മരുന്നുകൾ, സപ്ലിമെന്റുകൾ, ശരീരഭാരം കുറയ്ക്കാനുള്ള പ്രത്യേക ഡയറ്റുകൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഇൻഫ്ലുവൻസർക്ക് അതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് മെഡിക്കൽ ബിരുദം, സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ്, ഡയറ്റീഷ്യൻ, ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആയിരിക്കണം. വീഡിയോ തുടങ്ങുമ്പോൾ തങ്ങൾ ആരാണെന്നും യോഗ്യത എന്താണെന്നും വ്യക്തമാക്കണം. അല്ലെങ്കിൽ വീഡിയോയ്ക്ക് മുകളിൽ ഇത് എഴുതി കാണിക്കണം. പിന്നെ ഇത് കുടിച്ചാൽ ക്യാൻസർ മാറും, അല്ലെങ്കിൽ ഈ ഗുളിക കഴിച്ചാൽ 10 ദിവസം കൊണ്ട് തടി കുറയും എന്നിങ്ങനെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ പാടില്ല. പരസ്യം ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ ഗുണങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഇൻഫ്ലുവൻസർക്കുണ്ട്.
ഒരു ഇൻഫ്ലുവൻസർ സാങ്കേതികമായ മെഡിക്കൽ നിർദ്ദേശങ്ങൾക്ക് പകരം പൊതുവായ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ, ഉദാഹരണത്തിന് ദിവസവും നന്നായി വെള്ളം കുടിക്കുക, വർഷത്തിലൊരിക്കൽ ബോഡി ചെക്കപ്പ് നടത്തുക, അതിന് വലിയ ഡിഗ്രികളുടെ ആവശ്യമില്ല. അപ്പം ഇത്രയും വരുമാനമുള്ള ഇവർക്ക് ടാക്സും ഉണ്ടാവില്ലേ? തീർച്ചയായും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഇൻഫ്ലുവൻസർക്കോ ക്രിയേറ്റർക്കോ ബ്രാൻഡുകളിൽ നിന്നോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നോ കിട്ടുന്ന പണം സാലറി ആയിട്ടല്ല നിയമം കണക്കാക്കുന്നത്, മറിച്ച് അത് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. സാധാരണ നമ്മളൊക്കെ ടാക്സ് ഫയൽ ചെയ്യുന്നത് പോലെ അല്ല ഇവർ ചെയ്യേണ്ടത്. ഇൻഫ്ലുവൻസർമാർക്കൊക്കെയായി ITR 3 എന്ന പ്രത്യേക ഫോം തന്നെയുണ്ട്. ചെറുകിട ക്രിയേറ്റർമാർക്ക് എല്ലാ മാസവും വലിയ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഗവൺമെൻറ് ഒരു വഴി കൊടുത്തിട്ടുണ്ട്. തങ്ങൾക്ക് കിട്ടിയ ആകെ വരുമാനത്തിൻ്റെ കൃത്യം പകുതി 50% ലാഭമായി കാണിച്ച് അതിന് മാത്രം ടാക്സ് അടച്ചാൽ മതി. ഇനി വേറെ ഒന്നുണ്ട്. ഒരു ബ്രാൻഡ് ഒരു ഇൻഫ്ലുവൻസർക്ക് 1 ലക്ഷം രൂപ വിലയുള്ള ഒരു ഐഫോൺ റിവ്യൂ ചെയ്യാനായി അയച്ചു കൊടുക്കുന്നു എന്ന് കരുതുക. ആ വീഡിയോ കഴിഞ്ഞിട്ട് ഫോൺ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല, ടാക്സ് ഇല്ല. പക്ഷേ ആ ഫോൺ ഇൻഫ്ലുവൻസർ സ്വന്തമായി കൈവശം വെക്കുകയാണെങ്കിൽ കേന്ദ്ര നിയമപ്രകാരം അതിൻ്റെ മാർക്കറ്റ് വാല്യൂവിൻ്റെ 10% ടാക്സ് ബ്രാൻഡ് പിടിച്ചിരിക്കണം. ഗിഫ്റ്റായി കിട്ടുന്ന ലക്ഷങ്ങളുടെ ആഡംബര കാറുകൾ, വിദേശ ട്രിപ്പുകൾ, കോസ്മെറ്റിക് കിറ്റുകൾ എന്നിവയെല്ലാം ഈ ടാക്സ് ബാധകമാണ്. ഇതൊന്നും ഒളിച്ചു വെക്കാൻ പറ്റുന്നതല്ല. കാരണം ഇതെല്ലാം നേരെ ഇവരുടെ പാൻ കാർഡ് വഴി AIS ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്യപ്പെടും. ഇൻഫ്ലുവൻസറുടെ ആകെ വാർഷിക വരുമാനം 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോയാൽ അവർ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ബ്രാൻഡ് സ്പോൺസർഷിപ്പുകൾക്കും അഫിലിയേറ്റ് വരുമാനത്തിനും യൂട്യൂബ് ആഡ്സെൻസിനും ഒക്കെ 18% GST ആണ് ഇവർ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടത്. ഇനി ഇത്രയും കേട്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവരിതെല്ലാം കൃത്യമായി അടയ്ക്കുമെന്ന്? അതിനുമുണ്ടൊരു സീക്രട്ട് വഴി. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഒരു വ്ളോഗ് കാണുകയാണ്. പെട്ടെന്നൊരു ഇൻഫ്ലുവൻസർ തുള്ളിച്ചാടിക്കൊണ്ട് പറയും, അയ്യോ ഗൈസ്, എനിക്കിന്ന് രാവിലെ ഒരു കൊറിയർ വന്നു, ഞാൻ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബ്രാൻഡ് എനിക്ക് സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് അയച്ചു തന്നു. പിന്നെ അങ്ങോട്ട് ആ പെട്ടിക്കുള്ളിൽ എന്തെന്നറിയില്ല എന്നും പറഞ്ഞുള്ള എക്സൈറ്റ്മെൻറ്റും ഓവർ ആക്ടിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇതൊന്ന് തുറന്നു കിട്ടുമ്പോഴോ 1 ലക്ഷം രൂപയുടെ ഐഫോണും 2 ലക്ഷത്തിൻ്റെ ലക്ഷറി വാച്ചും ഒക്കെയാണ് ബ്രാൻഡുകൾക്ക് ഇവർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്നേഹം കാരണം വെറുതെ സർപ്രൈസ് ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്തൊരു നല്ല ബ്രാൻഡ്, എന്ത് നല്ല ക്രിയേറ്റർ എന്ന്. എന്നാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ ആ ടാക്സ് നാടകം ഇതാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് കോളറിന് പിടിച്ചാൽ ഈ ഏജൻസിയും ഇൻഫ്ലുവൻസറും ഒരേ സ്വരത്തിൽ പറയും, അത് കൊമേഴ്ഷ്യൽ ഡീലൊന്നുമല്ല, ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ പരസ്യം ചെയ്യാൻ ബ്രാൻഡുമായി ഒരു കരാറും ഉണ്ടാക്കിയിട്ടില്ല, അവരെനിക്ക് സ്നേഹം കൊണ്ട് തന്ന സമ്മാനമാണ്. അതായത് ഇൻവോയ്സ് ഇല്ല, പേപ്പർ വർക്ക് ഇല്ല. ബ്രാൻഡ് ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്ന് പൈസ നേരിട്ട് അയച്ചാലേ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പിടിക്കൂ. അതിനിവർ ചെയ്യുന്ന പരിപാടി ഈ പൈസ മുഴുവൻ ഇടനിലക്കാരായ PR ഏജൻസികൾ വഴി കമ്മീഷൻ അഡ്ജസ്റ്റ്മെൻ്റായോ മറ്റേതെങ്കിലും രീതിയിലോ ക്രിയേറ്ററുടെ കൈകളിൽ എത്തിക്കും. ക്യാമറയ്ക്ക് മുന്നിൽ ഇത്രയും നല്ല ബ്രാൻഡ് വേറെയില്ല എന്നുള്ള തള്ളും. ഇനി ഇവർ ടാക്സ് വെട്ടിക്കാൻ ചെയ്യുന്ന അടുത്ത വലിയ കോമഡി എന്താണെന്നറിയോ? എക്സ്പെൻസ് മാനിപ്പുലേഷൻ. നമ്മളൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്ന ശമ്പളക്കാർ ഒരു ഷർട്ടോ ഡ്രസ്സോ വാങ്ങിയാൽ അതിന് ടാക്സ് ഇളവ് കിട്ടുമോ? ഇല്ല. എന്നാൽ നമ്മുടെ ഇൻഫ്ലുവൻസർമാർ 1 ലക്ഷം രൂപയുടെ ആഡംബര വസ്ത്രങ്ങൾ വാങ്ങിയാലും ലക്ഷങ്ങൾ മുടക്കി ദുബായിലോ യൂറോപ്പിലോ പോയി വ്ളോഗ് ചെയ്താലും ആഴ്ച അവസാനം വമ്പൻ ലക്ഷറി പാർലറുകളിൽ പോയി ഫേഷ്യൽ ചെയ്താലും അതെല്ലാം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ബിസിനസ് ചെലവ് ആയിട്ടാണ് കാണിക്കുക. അവർ പറയും, ഞാൻ ആ ഡ്രസ്സ് ഇട്ടാണ് റീൽസ് ചെയ്തത്, ആ റിസോർട്ടിൽ വെച്ചാണ് ഞാൻ വ്ളോഗ് ഷൂട്ട് ചെയ്തത്, അതുകൊണ്ട് ഇതൊക്കെ എൻ്റെ ഓഫീസിലെ ക്യാമറയും ലൈറ്റും വാങ്ങുന്നത് പോലെയുള്ള ബിസിനസ് എക്സ്പെൻസുകളാണെന്ന്. ചുരുക്കം പറഞ്ഞാൽ സ്വന്തം പേഴ്സണൽ ആഡംബര ജീവിതത്തിന് വേണ്ടി ചെലവാക്കുന്ന പണം മുഴുവൻ പ്രൊഡക്ഷൻ കോസ്റ്റാക്കി മാറ്റി ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ലക്ഷക്കണക്കിന് രൂപയുടെ ടാക്സും വെട്ടിക്കാറുണ്ട്. ഇനി ജോലി ചെയ്താൽ പൈസ വാങ്ങുന്നതിന് എന്താണ് തെറ്റെന്ന് ചോദ്യം വന്നേക്കാം. തീർച്ചയായും തെറ്റില്ല. ചെയ്യുന്ന ജോലിക്കും എടുക്കുന്ന എഫേർട്ടിനും തീർച്ചയായും പണം സമ്പാദിക്കാം. പക്ഷേ ലക്ഷ്യം പണം മാത്രമാകുമ്പോഴാണ് പ്രശ്നം. ഒരിക്കൽ പോലും തുറന്നു നോക്കിയിട്ടില്ലാത്ത പാക്കറ്റുകൾ മുന്നിൽ വെച്ച് ഇത് അടിപൊളിയാണ്, എന്തായാലും വാങ്ങണമെന്ന് പറഞ്ഞ് നിങ്ങളെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളെ യാതൊരു ചളുപ്പുമില്ലാതെ പറ്റിച്ചിട്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ചെയ്യാറുള്ളൂ എന്ന് പറയുന്നതിൽ എവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന ജോലി ചെയ്യുന്നത്? അപ്പോൾ ജോലിക്കല്ലേ കൂലി വേണ്ടത്? ഇത്രയും കേട്ട സ്ഥിതിക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം വ്യക്തമായി കാണുമല്ലോ അല്ലേ? വെറും 10 വീഡിയോ ഇടുമ്പോഴേക്കും ഇൻസ്റ്റഗ്രാമിലെയും യൂട്യൂബിലെയും ഈ ആളുകൾ എങ്ങനെയാണ് ലക്ഷങ്ങളുടെ ലക്ഷറി കാറുകളും ആഡംബര വീടുകളും ഒക്കെ വാങ്ങുന്നതെന്ന്. എന്നാൽ നമ്മൾ ഈ പറഞ്ഞതൊക്കെ വെറും ബ്യൂട്ടി കോസ്മെറ്റിക് മേഖലയിലെ മാത്രം കാര്യങ്ങളാണ്. ഇതിലും വലിയ അളവിൽ പണം മറിയുന്ന മറ്റു ചില കെണികൾ കൂടിയുണ്ട്. ബെറ്റിംഗ് ആപ്പുകളും ഓൺലൈൻ റമ്മി കളികളും പണം ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കുന്ന വമ്പൻ തട്ടിപ്പ് ഗെയിമുകളും ഒക്കെ സ്വന്തം ഫേസ് വാല്യൂ വെച്ച് ഇവർ പ്രൊമോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പണമുണ്ടല്ലോ, അത് നമ്മൾ ഈ പറഞ്ഞ ബിസിനസ് തുകകൾക്കും എത്രയോ മുകളിലാണ്. സ്വന്തം പ്രേക്ഷകൻ കടക്കണിയിലായി ആത്മഹത്യ ചെയ്താലും തങ്ങൾക്ക് കിട്ടുന്ന ലക്ഷങ്ങളുടെയും കോടികളുടെയും കമ്മീഷൻ മാത്രം മതി ഈ പറയുന്ന പലർക്കും. ഇനി ഇതിലുമൊക്കെ ചീഞ്ഞു നാറുന്ന വേറെയും കാര്യങ്ങൾ ഈ ഇൻഡസ്ട്രിയുടെ പിന്നാമ്പുറങ്ങളിലുണ്ട്. മദ്യവും മയക്കുമരുന്നും പിന്നെ നമ്മളിവിടെ പരസ്യമായി പറയാൻ കൊള്ളാത്ത മറ്റ് പല ഇടപാടുകളും ഒളിഞ്ഞിരിക്കുന്ന വേറൊരു ഇരുണ്ട വശം. അതൊന്നും നമ്മുടെ പ്രോഫിറ്റ് ന്യൂസിന്റെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങളല്ലാത്തതുകൊണ്ട് തൽക്കാലം അതിലേക്ക് കടക്കുന്നില്ല. ഇനി മറ്റൊന്ന്, സോഷ്യൽ മീഡിയയിൽ വളരെ മാന്യമായി ജെനുവിനായി കാര്യങ്ങൾ ചെയ്യുന്ന ഇൻഫ്ലുവൻസർമാരും ക്രിയേറ്റർമാരും നമ്മുടെ നാട്ടിലുണ്ട്.
അവരുടെ പുറകിലുള്ള കഠിനാധ്വാനത്തെ നമ്മൾ ഒട്ടും കുറച്ച് കാണുന്നുമില്ല. 24 മണിക്കൂറും തലപുകഞ്ഞ് ജോലി ചെയ്യുന്ന ഒരു ഫുൾ ടൈം പ്രൊഫഷൻ പോലെ തന്നെയാണ് അവരത് കൊണ്ടുപോകുന്നത്. വളർന്നു വരുന്നതിനൊപ്പം പണം മാത്രം അൾട്ടിമേറ്റ് ലക്ഷ്യമായി അവർക്കും മാറാതിരിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. ഇനി എനിക്ക് പറയാനുള്ളത് ഇത് കാണാനിരിക്കുന്ന സാധാരണക്കാരോടാണ്. ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ കാണുന്ന ഇത്തരം ആളുകളുടെ വെട്ടിത്തിളങ്ങുന്ന സ്കിൻ ടോണും അവരുടെ ലക്ഷറി ലൈഫ് സ്റ്റൈലും ആഡംബര വ്ലോഗുകളും കണ്ട് ദയവായി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെയോ നിങ്ങളുടെ സാമ്പത്തിക ചുറ്റുപാടുകളെയോ അളക്കാൻ പോകരുത്. അവരുമായി നിങ്ങളെ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. കാരണം ആ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ഗ്ലാസ് സ്കിൻ ആ സൺസ്ക്രീനിന്റെ ഗുണമല്ല, ലക്ഷങ്ങളുടെ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റിന്റെ ഫലമാണ്. ആ കാണുന്ന ലക്ഷറി ലൈഫ് അവരുടെ കയ്യിലെ കാശുകൊണ്ടുള്ളതല്ല, ബാക്ക്ഗ്രൗണ്ടിൽ വൻകിട കോർപ്പറേറ്റുകൾ അവരുടെ അക്കൗണ്ടിലേക്ക് ഒഴുക്കുന്ന കോടികളുടെ മണി ഫ്ലോ ആണ്. യഥാർത്ഥ ജീവിതം സോഷ്യൽ മീഡിയ ഫിൽറ്ററുകൾക്കും അപ്പുറത്താണ്. അതുകൊണ്ട് യുക്തിയോടെ ചിന്തിക്കുക, അന്ധമായി ഒന്നിനെയും വിശ്വസിക്കാതിരിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. കോണ്ടന്റ് നന്നായിരുന്നു എന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാനും ശ്രമിക്കുക.